റാപ്സറി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 28, 2025. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവമായ ഭൗതിക ഹൃദയത്തെക്കുറിച്ചല്ല അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പരാമർശിച്ചത്. പ്രത്യുത അദ്ദേഹം നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആത്മാവാണ്, നിങ്ങളുടെ ഉള്ളിലെ അസ്തിത്വം. നിങ്ങളുടെ മനസ്സുകൊണ്ടോ തലച്ചോറ് കൊണ്ടോ അല്ല, ഹൃദയം കൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ മനസ്സുകൊണ്ട് യുക്തിവാദം ചെയ്യാൻ ശ്രമിക്കുന്ന പലർക്കും ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തത്. ദൈവം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നില്ല. അവൻ നിങ്ങളുടെ ആത്മാവിന് യഥാർത്ഥനാണ്. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മനസ്സിനില്ല. ഇതെല്ലാം മനസ്സിലാക്കുന്നത് മനുഷ്യാത്മാവാണ്. ഒരു മനുഷ്യന്റെ ആത്മാവ് ദൈവത്തോട് വികാരഹീനനാകുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവന് ഭോഷത്വമായി തോന്നും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞതിൽ അതിശയിക്കാനില്ല. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഇതിനർത്ഥം അവന് ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയില്ല, ദൈവത്തെ അറിയാനും കഴിയില്ല എന്നാണ്. എന്നാൽ നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. നിങ്ങളുടെ തലച്ചോറിന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ പോലും നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ ആത്മാവിനൊപ്പം അത് വിശ്വസിക്കാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് ചിന്തിക്കുക. കന്യകയായ മറിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് വിശദീകരിക്കാൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല. യേശു മരിക്കുകയും 3 ദിവസം അടക്കപ്പെടുകയും പിന്നീട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? സ്വാഭാവിക മനുഷ്യ മനസ്സിന് അത് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ അത് വിശ്വസിക്കുന്നു. കാരണം നാം മനസ്സുകൊണ്ടല്ല, ഹൃദയത്താലത്രേ വിശ്വസിക്കുന്നത്. മനുഷ്യാത്മാവിന് വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തതുപോലും വിശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ചിലർ നമ്മളോട് പറയുന്നത്, ക്രിസ്ത്യാനികളായ നമ്മെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ല, നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല, നമ്മുടെ ഹൃദയം വാഷ് ചെയ്തിട്ടുണ്ടെന്ന്. ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം, വിശ്വസിക്കുന്ന ഒരു ഹൃദയം തന്നു. ചിലർ പറയും, ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അത് അർത്ഥശൂന്യമാണ്. കാരണം നിങ്ങൾക്ക് ഇതിനകം കാണാൻ കഴിയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമെന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം ഹൃദയത്തിൽ നിന്നുള്ളതാകുന്നു, ഇന്ദ്രിയങ്ങളിൽ നിന്നല്ലതാനും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയാത്ത ദിവ്യ സത്യങ്ങളെ നിങ്ങളുടെ ആത്മാവ് മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, എൻ്റെ ആത്മാവിൽ നിന്നും പ്രവർത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ ദാനത്തിനായി നന്ദി. ഞാൻ അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്താൽ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവ്യസത്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നു. അത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് അങ്ങയിൽ ജീവിക്കുന്നു. ഇന്ന് ഞാൻ അങ്ങയുടെ മഹത്വത്തിലും നീതിയിലും നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന്
മർക്കൂസിന് സുവിശേഷം 11 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 13 വാക്യം.